ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 65 തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. എല്ലോട് കൂടിയ ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനെക്കാട്ടിലും ഇച്ചിരി എല്ലുള്ള ചിക്കനാണ് ചിക്കൻ 65 തയ്യാറാക്കാനായിട്ട് നല്ലത്. ഇതിലോട്ടിനി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. താല്പര്യം അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതിലോട്ടിനി ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു അരമണിക്കൂർ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലാണ് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണെങ്കിൽ മുട്ട ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല, വറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യാനും നല്ല ക്രിസ്പി ആയിട്ട് വരാനുമാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ വറക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് എണ്ണയിലിട്ട് ചിക്കൻ വറുത്തെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഒരു സൈഡ് വെന്ത് കളറൊക്കെ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും വറുത്തെടുക്കാം. നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മുരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കണം. ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പപ്പടം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ 65 ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഇത്ര എണ്ണ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലോട്ടിനി വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കടുക് താളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പ് മാറി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ടോസ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടെ ചേർത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ചിക്കൻ 65 ഒരു അടിപൊളി സ്റ്റാർട്ടറാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷനും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിലൂടെ കാണാം. Till then, take care and thanks for watching Recipes Recooked.